ചുമ്മാ കാടിനൊരു പേര് കിട്ടാൻ. അതെ തട്ടരുത് വള്ളി. ആ പൊയ്ക്കോ ഏടു വാവേണ ഉറക്കിക്കൊണ്ട് വരുവാ. വാവോ പാടിയില്ലേ? നിർത്തിയാ വാവോ പാട്ടിന്? നമ്മളന്ന് തല്ലിത്തേങ്ങ വെറുക്കാൻ വേണ്ടി വന്നതല്ലേ ഇവിടെ. കുറേ നാളെ കുറേ തല്ലിത്തേങ്ങ ഉണ്ട്. കണ്ട ചേച്ചിയുടെ ചിരവയുടെ മുമ്പിൽ. അപ്പൊ നമുക്കിനി പാവിരിക്കണ്ടേ? ആ എവിടെ സ്ഥലം സെറ്റ് ആക്കണ്ടേ? അവിടെയാണോ പാവിരിക്കണ്ടേ? നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കാണ്. ഈ മരത്തിന്റെ ചുവട്ടില് കണ്ട ഇവിടെ ആകുമ്പോ നല്ല നിറച്ച ഉണക്കയിലകളുണ്ട്. പക്ഷെ ഒരു കിളി അപ്പിയിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. കണ്ട വള്ളിച്ചെടികൾ കണ്ട ഇടും. ചേച്ചമ്മ കണ്ട വള്ളിച്ചെടി മറിക്കാൻ വേണം. ഇവിടെ ഇതേ ഈ മരത്തിൽ ഇങ്ങനെ വെക്കാം. നല്ല മരം എന്തെങ്കിലും ആണ്. ഇവിടെ തന്നെ വെക്കാലോ. ഇരുന്നു ചേച്ചി ഇരുന്നു. നമ്മളിത് എല്ലാവരും കൂടി കാട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മളിപ്പോ വന്നേക്കണ? കറി വെക്കാൻ. എന്ത് കറി? ആട്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കണ്ട ആടിന്റെ കാലാണ് കേട്ടോ. അത് അവളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അതൊക്കെ കുഞ്ഞു കാലട്ടാ. അപ്പൊ ഏതായാലും അത് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. തൊട്ട് നോക്കിക്കോ. നീ ആ കുട്ടിക്കില്ലേ മീനാണെങ്കിലും ഇങ്ങനെ ബീഫ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഇല്ലേ തൊട്ട് നോക്കാനും കഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പിക്കുകയല്ല, എന്നാലും കുറേച്ചൊക്കെ ചെയ്യിക്കും കേട്ടോ. നമ്മളിതിന് മുൻപ് കാട്ടിൽ വന്നിരിക്കുന്നില്ലേ നിയാക്കുട്ടിയുടെ ഡക്കിൻ്റെ കറി വയ്ക്കാനായിരുന്നു കേട്ടോ. നിയാക്കുട്ടിയുടെ ചാനലിൽ കുഞ്ഞു ചാനലാണ്. അപ്പോൾ അതിൽ ഡക്കിൻ്റെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നായിരുന്നു. പക്ഷേ നിയാക്കുട്ടി ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇത് പറിക്കാനായിട്ട്, ഇത് പെറുക്കാനായിട്ട് ഈ സാധനം എന്താണ് പറയണത്? ഇന്ത്യൻ ബദാം അല്ലേ? അപ്പോൾ അത് വെറുക്കാനായിട്ടൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ആടിൻ്റെ പാലെന്നും പറഞ്ഞ് കിട്ടുവാണെങ്കിൽ എല്ലാവരും എവിടെ കിട്ടിയാലും പോയി വാങ്ങിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആടിൻ്റെ കാലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളത് ആടിൻ്റെ കുഞ്ഞു കാലുകളുണ്ട്, പിന്നെ കുറേ കുഞ്ഞു എല്ല് പീസുകളുണ്ട്, പിന്നെ തലയുടെ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഓരോരോ കാലുകളെടുത്ത് കട്ട് ചെയ്യാൻ പോവാനാട്ടാ. അപ്പൊ നല്ല കത്തിയാരട്ടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ പുളിമരത്തിന്റെ തടിയും എന്തായാലും കട്ടാവത്തുള്ളത് എനിക്ക് തോന്നണ. നോക്കട്ടെ ട്ടാ. എന്തോ വിറക് ചിറക് പറഞ്ഞ കേട്ടാ. ഞാൻ ഈ കട്ട് ചെയ്യണ ധൃതിയിൽ കേൾക്കണില്ല. അപ്പൊ ഇല്ലേ ഏഡൂസ് പറയണേ എന്താണ് ചിറകെന്ത് വിറകിനെ പറയോ. ആ വിറക് എടുത്തോണ്ട് വന്ന് കത്തിക്കാനാണ്. പക്ഷെ ഇത് ഞാൻ കട്ട് ചെയ്താൽ പോവോ? കട്ടാവോ? സൂപ്പല്ല അവന് കറിയല്ലേ വെക്കണം. ഇതെന്താ കൊടുങ്കാറ്റാ? എന്താ ഇടൂ? കൊടുങ്കാറ്റൊന്നും അല്ലടാ, കാറ്റടിച്ചത്. ഞാൻ ചുമ്മാ പറയണല്ലേ എൻ്റെ അമ്മ. എന്തോ ഇപ്പം നമ്മുടെ മട്ടൻ കാലും പീസുകളും എല്ലാം തന്നെ നല്ല സൂപ്പറായിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്തിരിക്കുവാണേ. ഇതിന് നമ്മുടെ കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് ഇടുവാണ് കേട്ടോ. ഇടു പറയണേ ഇതെന്താണ് ബീച്ചാണോ? ഇവിടെ കടലടിക്കുന്നില്ല. അതായത് കാറ്റ്, നല്ല കാറ്റുണ്ട് കേട്ടോ ഈ സമയത്ത്. അതിനാണ് ഇവൻ ഈ പറഞ്ഞോണ്ടിരിക്കണത് കടലടിക്കുന്നത്. ശരിക്കും അതുപോലത്തെ ഒരു സ്വരമൊക്കെ അല്ലേ ഇടൂ? ഇതെന്താണ് മുഖം ഇങ്ങനെ വല്ലാതെ ഇരിക്കണം? ചിരിച്ചിരിക്കി, സന്തോഷമായിട്ടിരിക്കും. എന്തിനാ ആ ഉറക്കം വന്നു പോയാ? പിന്നെ ഉറങ്ങാനേ. അപ്പം നമുക്ക് ഇതൊക്കെ വെക്കണ്ടേ, കഴിക്കണ്ടേ? ഇത് ഫുഡ് നമ്മുടെ സൂപ്പ്. ഫാനാ പണി ചെയ്യാം. അരിയണ്ട, ഞാൻ മമ്മി അരിഞ്ഞോളാം. നന്നായിട്ട് കഴുകി തന്നാൽ മതി. മസാല ഒരു പണി ചെയ്യാം. പാഞ്ചേപ്പനോട് പറഞ്ഞേ, പാഞ്ചേപ്പ എനിക്ക് കാട്ടിൽ പോയി ഒരു ഫാൻ പിടിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു. ഞാക്കുട്ടി നല്ല ഡീസന്റ് കുട്ടിയായിട്ട് എനിക്ക് ഇത് ഹെൽപ്പൊക്കെ ചെയ്ത് തരുവാണ് കേട്ടാ. സവാള പൊളിച്ചും. അല്ല കുഞ്ഞു നല്ല കുഞ്ഞ
കുഞ്ഞാണ്, കുഞ്ഞല്ലേ, ഇച്ചിരി കൂടി കുഞ്ഞല്ലേ. അപ്പോൾ കുഞ്ഞിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതിയേ. കഴുകിയിട്ട് തന്നത് ഈ മേളിലേക്ക് ഓരോന്ന് ഇട്ട് മേളിലേക്ക് തന്നാൽ മതി. അപ്പം നമ്മുടെ മട്ടനിലേക്ക് ഇടാനുള്ള ഒരു സവോളയും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. വേവിക്കാൻ വെക്കാൻ പോവാണേ. മിടുക്കൻ. അപ്പം നമ്മളിതേ കുറച്ച് നേരത്തേക്കാണെങ്കിലും കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടാകട്ടെ. കാരണം കാട്ടിലായതുകൊണ്ട് തന്നെ വല്ല ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ വീണാലോ എന്ന് ഓർത്തിട്ടാണ്, ഉറുമ്പൊക്കെ വീഴാൻ ചാൻസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഉള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ മസാലപ്പൊടികളാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിയുന്നില്ല, അത്ര ചെറുതാക്കുന്നില്ല, കാരണം വെന്ത് നന്നായിട്ട് ഇങ്ങനെ അലുത്ത് പോകും. അപ്പോൾ പിന്നെ അതെല്ലാം അരിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നമ്മുടെ നീയാക്കിട്ട് വേപ്പില നന്നായിട്ട് കഴുകി തന്നിട്ടുണ്ട്. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വേപ്പിലയാണ്, അത് കാരണം പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നമ്മുടെ വേപ്പിലയില്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിൽ നല്ല നാടൻ വേപ്പിലാണ് കേട്ടോ, നല്ല മണമാണിത്. ഇപ്പൊ ഏതായാലും നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കും. കുറെ അധികം വേപ്പില ഇരിക്കട്ടെ. വേപ്പിലയിലാണ് പൊടികൾ ഇടാനായിട്ട് നമ്മുടെ നീയാക്കുട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഇട്ടേക്കണത് ഉപ്പാണ്. ഉപ്പ് നീയാക്കുട്ടി ഇട്ടാൽ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഇത്തിരി കൂടി ഒക്കെ ഇട്ടാൽ ഒരു കാര്യം. അവൾക്ക് സാധാരണ നമ്മളിപ്പോൾ മുട്ടയൊക്കെ ഓർക്കുമ്പോഴേക്കും കറക്റ്റ് ഉപ്പിടാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ അറിയാൻ പാടില്ല എന്തോരം ഉണ്ടെന്ന്. കൂടുതൽ വേണം, ഇച്ചിരി കൂടി വേണം, നിറയെ ഇട്ടു, കൈ നിറച്ച് വാരി ഇട്ടു. പോരാ, ഓക്കെ മതി കേട്ടോ. മതി. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാവേ. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് 5-6 വിസിൽ കേൾപ്പിച്ചെടുക്കാവേ. അപ്പം നമുക്ക് തേങ്ങ ചിരവി എടുത്തിട്ട് എൻ്റെ പൊന്നെ കൊടുങ്കാറ്റ് പോലെ തന്നെ ഉണ്ട്. ഏഡൂസ് എഴുന്നേറ്റ് പോയ അത് തന്നെ ഏടു. ഇനി നമുക്ക് തേങ്ങ ചിരവി എടുത്തിട്ട് വറുത്തിറക്കാൻ പോവുകയാണേ. അതിനായിട്ട് തേങ്ങ ചിരവി എടുക്കുവാണ്. അതെ കിടക്കണം, എടുക്കണ്ട, അവിടെ കഴുകില്ലല്ലോ. കഴിച്ചോ എടിനിത്തിരി തേങ്ങാപ്പീര കൊടുത്തോട്ടെ ചേച്ചമ്മക്ക് വേണോ? മതിയാ? തീ ഇപ്പൊ നന്നായിട്ട് ആളിക്കത്തുന്നുണ്ട് കേട്ടോ. അതായത് കാറ്റടിച്ചിട്ട് എൻ്റെ പൊന്നെ എൻ്റെ ഉടുപ്പിലേക്ക് തീ പിടിക്കും. നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ഉരുളി വെക്കുവാണ്. ഉരുളി ഒന്ന് ചൂടായി വന്നിട്ട് വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. സൺഫ്ലവർ ഓയിലാണേ, കുറച്ച് മതി, തേങ്ങയിൽ ഓയിൽ ഉണ്ടാവും. ഇനി നമ്മൾ തേങ്ങ വറുത്തരക്കാൻ പോവാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇട്ടേക്കട്ടെ. ചിരട്ട ആന്തിക്കത്തുന്ന സൗണ്ടാണ് കേട്ടോ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല തീയും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി നമ്മൾ മുഴുവൻ മല്ലിയാണ് കേട്ടോ എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇടണം കേട്ടോ. ഈ മല്ലി നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് മല്ലിയാണ് കേട്ടോ. ശരിക്കും കുരുമുളകും ഉണക്കമുളകും ഒക്കെ ഇല്ലേ, ഇതേപോലെ തന്നെ മുഴുവനായിട്ട് ഇടുന്നതാണ് നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പൊടിയായിട്ട് ഇടാം കേട്ടോ തൽക്കാലം. നമ്മുടെ ഉരുളിയില്ലേ പഴുത്തിരിക്കുന്നതുകൊണ്ട് കുത്തുരുതുര ഇളക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് കൈ മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിലും തേങ്ങ വറുത്തിറക്കുമ്പോഴേക്കും കൈ മാറ്റാൻ പാടില്ല കേട്ടോ. നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല മണം അടിക്കുന്നുണ്ട് ഇപ്പം. നമ്മൾ വറുത്തരയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ അടപ്പയിലൊക്കെ വെച്ച് വറുത്തരക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ലാസ്റ്റ് ആകുമ്പോൾ പെട്ടെന്നാണ് അങ്ങ് കരിഞ്ഞു പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ തീയൊക്കെ ഒന്ന് കറക്റ്റ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇനി നമ്മളിത് പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. കറക്റ്റ് നല്ല ഡാർക്ക് കളറിലൊക്കെ, അതായത് കറക്റ്റ് ആ മുരിഞ്ഞ കളറിലായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. ജസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ. നമ്മൾ മസാലപ്പൊടി വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇടുന്നില്ല കേട്ടോ. ചെറിയ ജാറിലിട്ടാണ് കേട്ടോ അരയ്ക്കണം, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളേ. അതുകൊണ്ട് ചെറിയ ജാറിൽ കുറച്ച് ഇട്ടടിച്ചു. നമ്മുടെ മട്ടൻ കാല് നന്നായിട്ട് വെന്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വിസിലൊന്ന് കളഞ്ഞിട്ട് നമ്മൾ തേച്ച് കൊടുക്കാൻ പോവാണ്. രണ്ടാമത്തെ തീ കത്തിച്ചിട്ടുണ്ടേ. നല്ല വെന്തിട്ടില്ലേ, കൊതി വരണം ഇപ്പൊ തന്നെ. എനിക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. കംപ്ലീറ്റ് സഹിക്കാൻ പറ്റാത്ത മണമാണ് ഈ അരപ്പിനൊക്കെ. ഇങ്ങനെ കൊതി വന്നിരിക്കുക. അരപ്പിന്റെ മണം അടിച്ചപ്പോൾ ഇടും, അല്ലെങ്കിൽ തന്നെ കൊതിച്ച് കുറേ നേരമായി പറയണം മമ്മി കഴിയാറായില്ലേ എന്ന്. നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നീയാക്കിട്ടതേ ചോറ് പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ.
അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാവേ. തുറന്നു നോക്കട്ടെ. ഇങ്ങനെ പാത്രം തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവി അടിക്കരുത് കയ്യിലേക്ക്. ഇത് നോക്കി തിളച്ചങ്ങ് പറ്റട്ടെ. അപ്പൊ നമ്മള് മേമ്പടിക്ക് അവസാനമായിട്ട് നമ്മുടെ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയാണ് ഇടാൻ പോണം. അപ്പൊ നമ്മുടെ കറി ഇങ്ങനെ അടപ്പയിലിരുന്ന് അങ്ങോട്ട് നന്നായിട്ട് പറ്റട്ടെ. ആ സമയത്ത് ഞങ്ങൾ ഏതായാലും ടെസ്റ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ടെസ്റ്റ് അടിക്കാൻ പോവാണ്. ഡ്രൈവ് ചുമ്മാ ടെസ്റ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. അതായത് ശരിക്കില്ലേ ഈ ചാറിൻ്റെയൊക്കെ മണം, അതായത് ഈ കറിയുടെ മണം അടിച്ചിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കൊതി വന്നു പോകും. അപ്പൊ ഏതായാലും കഴിച്ചു നോക്കട്ടെ. അതിനകത്തുനിന്ന് നല്ല കാലും മജ്ജയുള്ള കാല് നോക്കി ഇരിക്കട്ടെ. എല്ലാ പീസും കൂടി ഇട്ട് കുറച്ച് ചാറും കൂടി എൻ്റെ മേളിലേക്ക് അങ്ങ് വാടി നോക്കട്ടെ. അയ്യോ കണ്ടിട്ട് ഓക്കെ. സ്മൂത്തി സോഫ്റ്റി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് കഴിക്കുമ്പോഴേക്കും എല്ലാം നോക്കിക്കോളണേ, തുള്ളി പോലും എല്ലാം അങ്ങോട്ട് അടിക്കലും അല്ലേ. നമ്മള് അന്തസ്സായിട്ട് കുഞ്ഞു പീസ് ഉൾപ്പെടെ കുഞ്ഞു വായിലേക്കാരട്ടോ ആദ്യം. ദൈവമേ, പിള്ളേരുടെ ഇഷ്ടം കണ്ടാ. എങ്ങനെയുണ്ട് ഇടൂ? ഇടൂന് ഇഷ്ടപ്പെട്ടു പോയി. ഇനി അടുത്ത ആളുടെ വായിലേക്ക് വേഗം വാ ചേച്ചമ്പാ. നല്ല ചാറിട്ട് കുഴച്ച് കുട്ടി കഴിക്കുന്ന കൊതി വരെ. ഇപ്പൊ അതെ രണ്ടുപേരും കാര്യമായിട്ട് വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. കുഞ്ഞു ടാറ്റ.